Hi. I want to make mango ice cream. Mango ice cream. Ice cream Ingredients. ingredients: Okay. What is this? mango, 2 mangoes, right? 2 mangoes. 1 or 2, Okay. Banana. 2 cup 2 milk. cup of milk, 2 cup of milk. And we need 1 cup heavy whipping cream. പിന്നെ we need sugar, right? ഷുഗർ അത് ചേർക്കുമ്പോൾ അതിന് കൂടെ പറയാം. പിന്നെ കുറച്ച് കോൺ സ്റ്റാർച്ച് അതും കൂടെ വേണം. അത് ഒരു 1.5 ടീസ്പൂൺ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. 2 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് ഹോൾ മിൽക്ക് എടുത്തിരിക്കുന്നത്. and then മാങ്ങ കഴുകി കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മിക്സിയിലിട്ട് അരച്ചു കൊണ്ടുവരണം. അങ്ങനെ മാംഗോ മുഴുവൻ 2 മാംഗോവും അതേപോലെ ചെത്തിയെടുക്കാൻ പോവാണ്. നല്ല പഴുത്ത മാംഗോ നോക്കി എടുക്കണം. മാംഗോ ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഈ പാല് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി ഈ പാലിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. can you stop thinking? ഇതിങ്ങനെ തിള വരുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് കട്ടയൊന്നും കെട്ടാണ്ട് മിക്സ് ചെയ്തതാണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കൈയെടുക്കാണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മധുരത്തിന് വേണ്ട ഷുഗർ ഇട്ട് കൊടുക്കുക. 6 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോൾ മിൽക്കാണ്. ഹോൾ മിൽക്ക് അതായത് നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാണാൻ പറ്റും നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ചിട്ട് ഞാനൊരു കുറച്ചൊന്ന് കുറുകാനായിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഞാനിങ്ങനെ തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ചെറുതായിട്ടൊരു കട്ടിയാവാൻ വേണ്ടിയിട്ട്. എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടൻസ് മിൽക്കോ അതൊന്നും ചേർക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുട്ടിക്ക് കൊടുക്കുന്ന കാരണം ഞാൻ ഇതന്നെ ഒന്നും കൂടെ കുറച്ചും കൂടെ കുറുക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതൊന്നും കൂടെ ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഞാനിങ്ങനെ തള വന്നതിന് ശേഷം ഇളക്കി കൊടുക്കുന്നുണ്ട്. യു വോണ്ട് ടു ഡു ഇറ്റ്? ഓക്കെ. ഇത് ഞാൻ 5 മിനിറ്റ് ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇങ്ങനെ തിള വന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് അങ്ങനെ അധികമൊന്നും ഇതായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇപ്പം എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇത് ഓഫ് ചെയ്യാണ്. ഇതൊന്ന് ചൂടാറട്ടെ. മാംഗോ ഇപ്പം നമ്മുടെ മാംഗോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച പാല് കോൺ സ്റ്റാർച്ചും കൂടെ തിളപ്പിച്ച് ആറാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം ചൂട് ആറിയിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് ചൂടും കൂടെ ആറാനുള്ളൂ. നമുക്ക് ഇത്ര എടുത്തിട്ട് ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം മാംഗോ പൾപ്പാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ പൾപ്പ് ഉപയോഗിച്ചാൽ മതി. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ അത് 2 ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ടേസ്റ്റ് നന്നായി കൂടും. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു സ്റ്റാൻഡ് മിക്സറിലേക്ക് ഹെവി വിപ്പിംഗ് ക്രീം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് അത് വിപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായി വിപ്പ് ചെയ്ത് വരാനായിട്ട് ഞാൻ ഒരു ആവശ്യത്തിനുള്ള ഇത് അൺസ്വീറ്റൻഡ് ആണ് എൻ്റെ വിപ്പിംഗ് ക്രീം. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 സ്പൂണ് ആഡ് ചെയ്തു. ഇനി ഇത് വിപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇത് നന്നായി വിപ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം.
ഇത് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് ആ അരച്ചു വെച്ച മാങ്ങയുടെയും ഇതും കൂടെ ഉള്ളത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഈ വിപ്പിംഗ് ക്രീമും അരച്ചു കൊണ്ടുവന്ന മാംഗോയുടെ അതും കൂടെ മെല്ലനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മെല്ലനെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് എസൻസ്, മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് മോൾഡിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ്. പോപ്സിക്കൽ ട്രേയിലും 4 ഒഴിക്കുന്നുണ്ട്. പിന്നെ ബാക്കി സാധാ ഒരു ഇതിൽ ഒഴിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പ് പാർട്ട് ഉണ്ട്, അതെവിടെയാണെന്ന് അറിയില്ല. അപ്പം ഞാനൊരു സ്റ്റിക്ക്, ഐസ്ക്രീം സ്റ്റിക്കാണ് ഇതിൽ കുത്തിവെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു മേലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ്. ഞാൻ പിന്നെ കുറച്ച് ഐസ് ട്രേയിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു, ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഇതിലായിരുന്നു വെക്കാറ് കുറേ. അപ്പം അങ്ങനെ ഐസ് ട്രേയിൽ ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിൽ, ഒരു സിപ്ലോക്ക് കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം നന്നായിട്ട് ഇത് അടച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ മറ്റേത് അതേമാതിരി ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രീസറിൽ വെക്കാൻ. എന്നിട്ട് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ എടുത്ത് നോക്കാം. മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 5 മണിക്കൂർ വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ എപ്പോഴും മധുരം കറക്റ്റാണോ എന്ന് നോക്കണം ഇതാക്കുന്നതിന് മുമ്പ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. കളറൊന്നും ആഡ് ചെയ്യാണ്ട് എൻ്റെ മാങ്ങയുടെയും ആ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഹായ്, വാട്ട് ആർ യു മേക്കിംഗ് ടുഡേ? Mango ice cream. Ice cream? Oh, okay. Ice cream. Say bye-bye. Thank you. Mango. Thank you. Bye-bye. Say thank you. Thank you. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ Bye. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Bye. ബൈ. എന്താ ചെയ്യുന്നത്? ഇത് ചെയ്തു അല്ലേ? ഡസ്റ്റ് ചെയ്തു. ആദ്യം ടെസ്റ്റ് ചെയ്തു. ഇത് വെച്ചിട്ട് ഇതിനകത്തുള്ള റസ്റ്റുള്ള അത് ഇരുമ്പിന്റെ ഇതാ ബ്രഷ് അല്ലേ? അങ്ങനെ ടെസ്റ്റ് ചെയ്തു. എന്നിട്ടിപ്പം എന്താ പ്രൈം അടിച്ചു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് 90 തുടച്ചു. ഫൈൻ ടെസ്റ്റ് സാൻഡ് ചെയ്തു. ഓക്കെ. ഫുള്ള് റസ്റ്റ് കളഞ്ഞു. അടിയിലല്ല റസ്റ്റ് സാൻഡ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പ്രൈമർ അടിക്കാണ്. അതാണ് പഠിക്കുന്നത്. മാംഗോ ലസ്സി കഴിച്ചിട്ട് കഴിക്കും. മാംഗോ ലസ്സി ഞാൻ പറഞ്ഞില്ല ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിക്കും. പാട്ടൊക്കെ വെച്ച് ജോളി. അടിപൊളി. ഇതിന്റെ വീഡിയോ ഉണ്ടോ? അതിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടതാ. പ്രൈമർ ചെറുതായിട്ട് റെസ്റ്റ് വരുന്നുണ്ടായിരുന്നു. കാലിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടില്ലേ? ഇങ്ങനെ മേലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് ചെയ്ത് കളഞ്ഞു, ടെസ്റ്റ് ചെയ്ത് കളഞ്ഞ് ആണ് പ്രൈമർ അടിക്കുന്നത്. അങ്ങനെ ഇത് പ്രൈം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം. ഇതിന്റെ മേലെ ഇതിന് 2 ചെയറും ഉണ്ട്. നമ്മൾ ഫ്രണ്ടിലെ യാർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, സിറ്റിംഗ് ഏരിയയിൽ ഉള്ള ടേബിൾ ചെയർ. പെയിന്റ് അടിക്കാം. ഈ പെയിന്റ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകണം അതിന്റെ മേലെ. സ്റ്റോപ്പ് റസ്റ്റ് ആണ്. ഇത് 2 കോട്ട് അടിക്കാം. 2 കോട്ട് അടിക്കണം. 2 കോട്ട് അടിക്കും. ഓക്കെ. ആദ്യം ഒരു കോട്ട് അടിച്ച് ഡ്രൈ ആയിട്ട്. ഓക്കെ. ആദ്യം ഒരു കോട്ട് അടിച്ച് ഡ്രൈ ആയി കഴിഞ്ഞ് വീണ്ടും രണ്ടാമതും അടിക്കാം.
പൂമ്പാറ്റയുടെ ഇത് പൂമ്പാറ്റ ഇത് നിറച്ചിങ്ങനെ കാണും. അവിടെയൊക്കെ ഉണ്ട്. അടുത്ത പൂമ്പാറ്റ